ഹായ് ഫ്രണ്ട്സ്, വിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മുട്ടയും ബീറ്ററും ഓവനും ഒന്നുമില്ലാതെ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതേപോലെ ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിൽ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. ഞാൻ എന്താ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് എടുക്കുന്നത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ. പൊടിച്ചതിന് ശേഷമുള്ള അളവാണ് 250 ml കപ്പിൽ 1/4 കപ്പ്. അതുകൂടെ നമുക്ക് ഈ അരിപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഈ കേക്കിന് നമ്മൾ മുട്ടയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. മുട്ടയൊന്നും ചേർക്കാത്ത കേക്കാണ്. അപ്പോൾ നമ്മൾ ഈ അരിച്ചിട്ടുള്ള നമ്മുടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിനെ നമുക്ക് ഇതേപോലൊരു വിസ്ക് കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഒരു 2-3 പ്രാവശ്യം ഒന്നും കൂടി ഒന്ന് അരിച്ചെടുത്താൽ മതി. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. ഇത് ഞാൻ തിളപ്പിച്ചതിന് ശേഷം തണുത്ത പാലാണ് കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല, സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. അപ്പോൾ തിളപ്പിക്കാത്ത പാലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് അങ്ങനെ തന്നെ എടുത്ത് ഉപയോഗിക്കേണ്ട. ഒന്ന് പുറത്ത് വെച്ചിട്ട് ആ ഒരു തണുപ്പ് വിട്ടിട്ട് ഉപയോഗിച്ചാൽ മതി. നമുക്ക് കുറച്ച് പാല് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് കൊക്കോ പൗഡറാണ്. അപ്പോൾ ഇതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് പാലിൻ്റെ അളവ് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ആവശ്യമുണ്ടാകും. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ. പിന്നെ ഞാൻ മൈദയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ മിക്സായി പോയതാണ്. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ നമ്മൾ പൗഡർ ഷുഗറും അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കുമ്പോൾ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തോണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരല്പം കൂടി പാൽ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണോളം വരുന്ന പാൽ കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളിതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വാനില എസൻസാണ്. അത് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1 ടീസ്പൂണ് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുക, അതായത് സുർക്ക.
ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമ്മൾ കേക്ക് ടിന്നും ഇതൊന്നും ഇല്ലാത്തവർക്ക് ഒരു ഗ്ലാസ് മാത്രമേ ഉള്ളെങ്കിൽ അതിലും നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു ഗ്ലാസും അതിലൊരല്പം ബട്ടർ പേപ്പർ ഒരു പീസ് അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ 2 ചെറിയ കിണ്ണം പാത്രങ്ങളില്ലേ, അതുമാണ് 3 എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്ത് പോകാനാണ്. ഇനി ഇതിലേക്ക് ഒരല്പം ചോക്കോ ചിപ്സ് കൂടെ ചേർത്ത് കൊടുക്കാം. പകരം വല്ല ബദാമോ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ മുറിച്ച് അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കുമ്പോൾ. ഇപ്പോൾ മുട്ടയൊന്നും കഴിക്കാത്തവർക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി കേക്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതാണ് നമ്മുടെ ഓവൻ സെറ്റപ്പ് കേട്ടോ. ഇതിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിതൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ ഈ ഓവൻ സെറ്റപ്പ് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 35 മിനിറ്റ് മുതൽ ഒരു 40 മിനിറ്റ് വരെ നമുക്കിത് ബേക്കിംഗ് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ട് നോക്കി വെക്കൊണ്ടു. ആയിട്ടില്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടി നമുക്കിത് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 40 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കേക്കൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്, കുക്കായി വന്നിട്ടുണ്ട്. കുക്കായി വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. ഇപ്പം നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, കണ്ടോ, കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഞാൻ ക്ലാസ്സിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിരുന്നു കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ക്ലാസ്സിൽ കുറച്ച് ഒട്ടിപ്പിടിച്ചിരുന്നു. ക്ലാസ് അത്ര നല്ല ക്ലാസ് അല്ല കേട്ടോ, അതുകൊണ്ടാണ് ഒട്ടിപ്പിടിച്ചത്. ഒരു വളവും തിരിവൊക്കെ ഉള്ള ക്ലാസ് അല്ലേ. ഇതുണ്ടോ, ഇങ്ങനെ ഇവിടെ ഉള്ളുകൊണ്ട് ഒട്ടിയിട്ടും ഇവിടെ വീർത്തിട്ടും അങ്ങനത്തെ ക്ലാസ് ആയതുകൊണ്ടാണ്. അപ്പോൾ സ്ട്രൈറ്റ് ആയിട്ടുള്ള ക്ലാസ് ആണെങ്കിൽ എങ്ങനെ വിട്ടുപിടിക്കില്ല കേട്ടോ, ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് വിട്ട് കിട്ടും. പിന്നെ ഇത് നമുക്ക് കണ്ടോ കറക്റ്റായിട്ട് കിട്ടിയതുണ്ട്. ഈ ബട്ടർ പേപ്പർ നമുക്ക് കണ്ടോ നല്ല സ്പോഞ്ചിയായ നല്ല സോഫ്റ്റായ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓവനും അതുപോലെ മുട്ടയും ഒന്നുമില്ലാതെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന വളരെ ഈസിയായ നമ്മുടെ ഈ ചോക്ലേറ്റ് കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് ലഭിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.